നമസ്കാരം. ഇത് കടമക്കുടിയാണ്. വീഡിയോ ഇടരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഓരോന്നോരോന്നും കേട്ട് വീഡിയോ ഇടാതിരിക്കാൻ പറ്റണില്ല. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാർ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. ആരും മറ്റുള്ളവരുടെ താഴെ, ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയണത്. ഞാനും കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാം, അങ്ങനെയുള്ള പല രീതിയിലുള്ള കമൻറ്റുകൾ. പക്ഷേ കമൻറ്റുകളിലൂടെ മാത്രം കേവലം ഒതുങ്ങിപ്പോവുകയാണ്. ദിവസങ്ങൾ കഴിയും തോറും ഇതിൻ്റെ ഭീഷണി കൂടിക്കൂടി വരികയാണ്. കേവലം കമൻറ്റ് മാത്രം ഇട്ടതുകൊണ്ട് കാര്യമായില്ല. ഒന്നില്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടാകണം. അല്ലെങ്കിൽ ജനങ്ങൾ റോഡിലിറങ്ങി റോഡ് ഉപരോധിച്ച് എല്ലാ പ്രവർത്തന മേഖലകളും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വലിയൊരു സമരം ഉണ്ടാകണം. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇപ്പോൾ എല്ലാവരും മറ്റേ രാഷ്ട്രീയ പ്രമുഖർ പറയുന്ന പോലെ ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞ പോലെ, ആരും പേടിക്കാതിരിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാവരും ഒറ്റയടിക്കാണ്ട് തീരും. ഇപ്പം വയനാട് ദുരന്തം നടന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഒരു കുറിപ്പ് മാത്രം. എൻ്റെ ചുരുക്കം ചില ഫ്രണ്ട്സ് അത് കണ്ടിട്ടുണ്ടായി. പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു സാമ്പിൾ മാത്രമാണെന്നാണ് ഞാൻ ആ കുറിപ്പിലിട്ടത്. അതൊരു സാമ്പിളാണ്. ദൈവം നമുക്ക് കാണിച്ചു തന്നൊരു സാമ്പിളാണ്. അതുപോലെ പിന്നെ പ്രതികരിക്കാനോ കമൻ്റ് ഇടാനോ വീഡിയോ ചെയ്യാനോ ഒരാളും ഈ കേരളത്തിലുണ്ടാവുമെന്ന് തോന്നണില്ല. ഒന്നില്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുക, കമൻ്റ് ഇടാണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഒന്നടങ്കം കേരളം വിട്ടു പോവുക, പലായനം ചെയ്യുക, എല്ലാം ഉപേക്ഷിച്ച് പോവുക. ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതേ കാണുന്നുള്ളൂ. ഓരോ ദിവസവും സമാധാനമില്ല. ഞങ്ങളെപ്പോലെ പ്രത്യേകിച്ച് പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളെന്നുള്ള നിലയ്ക്ക് സമാധാനമില്ലാത്ത രാത്രികളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങണം. നമ്മളൊക്കെ ഒരുമാതിരിയൊക്കെ ജീവിച്ച് ഇത്രയൊക്കെ ആയി. പക്ഷേ വരും തലമുറയുണ്ട്, നമ്മുടെ മക്കൾ. അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ്, അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കാര്യമൊക്കെ ഓർക്കുമ്പോഴാണ് വിഷമം. ഇതിനെതിരെ ആരും ഇങ്ങനെ പ്രതികരിക്കാതെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസം ഉണ്ടായ സംഭവം, അവിടുത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഉള്ള യുവജനങ്ങളുടെ ഒരു പ്രക്ഷോഭമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായ പ്രശ്നങ്ങളായി. അതായത് പൊതുജനം എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. ആ ശക്തി നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ബുദ്ധിമാന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാർ, കേവലം മൊബൈലിൻ്റെ മുമ്പിൽ മാത്രം ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്യാതെ ഇറങ്ങണം, നിരത്തിലേക്ക് ഇറങ്ങണം. ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അധികാരി വർഗത്തിനോ രാഷ്ട്രീയക്കാർക്കോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തീരുമാനം ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ ആളുകളൊക്കെ ചാവും, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. അഡ്വക്കേറ്റ് റസൽ ജോയി, അദ്ദേഹം എത്രയോ നാളുകളായിട്ടാണ് ഇതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സുഹൃത്തുക്കളും വീഡിയോ ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അതിന് കമൻ്റ് ഇടുക മാത്രമാണ് ചെയ്യുന്നത്. നേരത്തെ ഇതുപോലെ മുല്ലപ്പെരിയാർ സേവ് കേരള മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ക്യാമ്പയിനുകളൊക്കെ നടന്നത്, പല പ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ അതോടുകൂടി അത് തീർന്നു. ഇപ്പം ഈ മഴക്കാലം കഴിയും വരെ, ഈ മഴക്കാലം തേക്കുമെന്ന് എനിക്കറിയില്ല, ഈ മഴക്കാലത്തിനുള്ളിൽ ചിലപ്പോൾ തീർന്നു പോയിരിക്കും. മഴക്കാലം തീർന്നാൽ അതോടുകൂടി MLA പോണു. മഴക്കാലം തീർന്ന അതോടുകൂടി ഈ പ്രശ്നങ്ങളും തീരും. ഒന്നില്ലെങ്കിൽ ഡാം പൊട്ടും, അല്ലെങ്കിൽ ഈ ഡാം പൊട്ടിയില്ലെങ്കിൽ, ഭാഗ്യവശാൽ ഇത് പൊട്ടിയില്ലെങ്കിൽ പിന്നീട് ആരും വീഡിയോ ചെയ്യാനും കമൻ്റ് ഇടാനും ആരും വരില്ല. അടുത്ത മഴക്കാലം ഓണം ആളുകൾ എന്തെങ്കിലും പറയണമെങ്കിൽ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്, എന്നെയും കൂടി ഞാൻ സ്വയം കുറ്റപ്പെടുത്തി സ്വയം വിമർശിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടൊന്നും പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് വന്നേക്കാം, എന്നാൽ പിന്നെ നിനക്ക് ഇറങ്ങിക്കൂടെയെന്ന്. എനിക്കും പ്രതികരിക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയ വഴി തന്നെ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ദിവസം തീരുമാനിച്ച് പുറത്തേട്ട് ഇറങ്ങിയാൽ ഇതിന് തീരുമാനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരും കൂടി കേരളം വിട്ടുപോവുക, അതായിരിക്കും നല്ലത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ.